ഹലോ ഫ്രണ്ട്സ്. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. 6:30 ഫാൻ ഷോയ്ക്കാണ് കയറിയത്. കാലിക്കറ്റ് RP മാളിലായിരുന്നു കയറിയത്. ഇപ്പം എന്താ പറയുക, പക്ക LJP പടം. നിങ്ങൾക്ക് എന്താ പറയാൻ പോയി? അതെ, 100% പക്ക LJP പടമാണ് ഇത്. ഞാൻ ആദ്യമേ പറയുകയാണ്, ഇത് എല്ലാവർക്കും ദഹിച്ചോളണം എന്നില്ല. ഇപ്പോൾ എൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സത്യം പറഞ്ഞാൽ. ബട്ട് ആസ് ആൻ LJP മൂവി ഇത് അങ്ങനെയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് വലിയ മാസോ കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്റർ കൊലുങ്ങുന്നു. എനിക്ക് ഇൻട്രോ തിയേറ്ററിന്റെ പുറമേ നിന്ന് കാണണമെന്ന്. അത്രയൊന്നും ഞാൻ കണ്ടില്ല. കുനിയോ? ഞാൻ കയറി തിയേറ്ററിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് വിടും. എന്തായാലും ആളുടെ പെർസെപ്ഷൻ ഇപ്പം കുനിഞ്ഞേരും ഉണ്ടാകാൻ മതി. ബട്ട് ആസ് മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്കങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ആ പടത്തിൽ ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതൊരു വൺ ടൈം വാച്ചബിൾ ഒരു സാധാരണ മൂവി. പിന്നെന്താണ് സാധാരണ കാണുന്ന പോസിറ്റീവ്സ് നമുക്ക് വേണം. പടത്തിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM, ഫ്രെയിംസ് പക്ക കണ്ടിരുന്നു. ഓരോ ഫ്രെയിംസ് അത്രയ്ക്ക് മേക്കിംഗ് ആണ് എൻ്റെ. സിനിമാറ്റോഗ്രാഫർ മധുവേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് തോന്നുന്നു സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഫ്രെയിംസ് ഒക്കെ പക്കയാണ്. അധികം വൈഡ് ഷോട്ട് ആണ്. അതെ, വൈഡ് ഷോട്ട് ഉണ്ട്. അധികം വൈഡ് ഷോട്ട്. പിന്നെ ജസ്റ്റ് ലാലന്റെ ഇൻട്രോ കഴിഞ്ഞ കുറച്ച് സീനിൽ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ കൈൻ്റെ ഉള്ളിലൂടെ ഒരു സൂര്യന്റെ ലൈറ്റ് ഇങ്ങനെ വന്ന് അടിക്കുന്ന അതൊക്കെ ഒരു കിടിലൻ സീൻ തന്നെയാണ്. മേക്ക് ചെയ്യണ കുറച്ച് അത്യാവശ്യം അറിയണോ, വെറുതെ ഒരു ഫ്രെയിം വെച്ചിരിക്കുന്നതല്ല എന്തായാലും. അപ്പം ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ BGMs അധികം എന്താ പറയുക, എനിക്കൊരു 90s 80s ആ ഒരു ടൈമിലുള്ള പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ആ ഒരു തരത്തിലുള്ള BGM ആണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫൈറ്റ് ഒന്നും അത്ര ഫുള്ള് ഡ്രാമാറ്റിക് ആണ്, ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക്. ഒരു നാടകത്തിന്റെ ഫീലാണ് ത്രൂ ഔട്ട് ആ മൂവി. അത് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ LJP പടമാണ്. അതിപ്പം പ്രത്യേകിച്ച് ആ ഒരു ഇന്റർവ്യൂസിലൊക്കെ ലാലേട്ടനും അതേപോലെ തന്നെ LJPയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് കാലമോ ഒരു ടൈമോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് പടം ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്നെ സമയം പോസിറ്റീവ്സ് ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളാണുള്ളത്. പിന്നെ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിലും എല്ലാവരും ഓക്കെയാണ്. പിന്നെ അതിൽ ഒരു വില്ലനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്കത് എന്താണ് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വർക്കായിട്ടില്ല. പക്ഷെ ഇവനോട് ചോദിച്ചപ്പോൾ ഇവനത് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ബട്ട് ആവശ്യമാണ്, അവർ കറക്കി ആവശ്യമാണ്. എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. അപ്പം ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ അഭിപ്രായ പ്രകാരമാണ്. ഓരോ ആൾക്കാർക്കും എന്തായാലും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. പടം കണ്ടിറങ്ങി എന്തായാലും ചില ആളുകൾ അങ്ങനെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് തിയേറ്ററിൽ തന്നെ. പടം കിട്ടില്ലാന്ന് നേരെ ചില ആളുകൾ വളരെ മോശമാണെന്ന് പറയുന്നത്. ഒരിക്കലും വളരെ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ലാലേട്ടൻ ഫാനാണോ, ലാലേട്ടൻ്റെ എന്താണ് മാസ് ഫൈറ്റ്, മാസ് ഡയലോഗ് അങ്ങനെ പ്രതീക്ഷ പോകുന്നവർക്ക് പടം എത്രത്തോളം വർക്കാവത്തേ ഇല്ല. ഞാൻ പിന്നെ പോയത് പകുതി LJP പകുതി ലാലേട്ടൻ ഞാൻ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് ഐറ്റംസ് ഒന്നും അതിലില്ല, കുറവാണെന്ന് തന്നെ പറയാം. പക്ക ഒരു LJP മൂവി. അതെ, ജസ്റ്റ് ഒരു ഇൻട്രോയിലുള്ള ജസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്. അതായത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ലാഗാണ് പടം ഫസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു നാടകം തന്നെ. ഒരു നാടകം നമുക്ക് തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു ഫീലാണ്. അത്രത്തോളം ഡയലോഗ് ആണെങ്കിലും ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഫൈറ്റ് എല്ലാം തന്നെ ആ ഒരു ഫീലിലേക്കാണ്. പ്രോപ്പർട്ടീസ് പടത്തിൽ യൂസ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല ലിജോ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്ത്. പടം നല്ല രീതിയിൽ ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിലുള്ള ഓരോ പ്രോപ്പർട്ടീസിലും. അതിലൊരു കല്ലെറിയുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ സ്പോയിലറൊന്നുമല്ല, അതിലൊരു കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ എറിയുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും മനസ്സിലായി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ ഒരു ആനിമലിൻ്റെ ഒരു ഹെഡ് കാണിക്കുന്നുണ്ട്. അത് പക്കായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചതാണ്. കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കുറേ ഭാഗങ്ങൾ അതിലുണ്ട്. ഗ്രാവിറ്റി ഇല്ല വേറൊരു സീനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ന്യൂട്ടനൊക്കെ പോയി തലയിൽ ചാവേണ്ടി വരും കേട്ടോ മിക്കവാറും. ബട്ട് ഇത് പറഞ്ഞാലും ലാലേട്ടനൊരു അമാനുഷികനാണെന്ന് എവിടെയായിട്ട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് അത് കാണാൻ പറ്റും ആ മൂവിയിൽ ത്രൂ ഔട്ട്. കുറേ അമാനുഷികമായ കഴിവുകൾ. ഒരു ശക്തനാണ്, ഒരു ഗുസ്തിയാണ് ആളുടെ മെയിന്. ആള് നാട്ടിലൂടെ നടന്ന് അത്യാവശ്യം ഗുസ്തി പരിപാടിയൊക്കെ നടക്കുന്ന ആളാണ്. കൂടുതലൊന്നും കഥയിലേക്കൊന്നും കൂടുതൽ ഞാൻ കയറുന്നേ ഇല്ല. ബട്ട് അതിലെവിടെയും ലാലേട്ടൻ ഒരു അമാനുഷികനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയപ്പെടാത്തൊന്നും അറിയില്ല, അത് കണ്ടിട്ടില്ല. ബട്ട് ചില സീൻസൊക്കെ നോക്കുമ്പം ഈ ഒരു പടത്തിൽ എന്താണ്
ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇല്ല, ഉണ്ടോ ഫൈറ്റിൽ പ്രത്യേകിച്ച് ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നിപ്പോകുന്നുണ്ട്. പിന്നെന്താണ്, അത്രയൊക്കെ തന്നെയാണ്. പാട്ടുകൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി അത്യാവശ്യം ലാഗ് എന്തായാലും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്ന കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട്, ആ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ലാഗ്. അതെ. പിന്നെ അഭിനയിച്ച ഒരു ആളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അവർക്ക് കിട്ടിയ വേഷങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ആശാൻ, അച്ഛനെന്നല്ല ആശാനാണ്. അപ്പം ആ ഒരു സ്ഥാനം കൈകാര്യം ചെയ്ത് ഹരീഷ് പേരടി, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ അനിയനായിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം ആളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് അടിപൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് പറഞ്ഞല്ലോ, മേക്കിങ്ങിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. ബട്ട് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒരു കേസ്, അല്ലാതെ ഫ്രെയിം ഷോട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പക്ക, ഒന്നും പറയാനില്ല അതിൽ. ഇനി LJP മൂവീസിൽ മാത്രം കണ്ടുവരുന്ന ചില ഫ്രെയിം നമുക്കിത് കാണാൻ പറ്റും. അതെ, ഇതും ഒരു LJP മൂവി ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫ്രെയിംസ്, കുറേ ഐറ്റംസ്. ഇത് LJPയുടെ പടമാണ്, അതുകൊണ്ട് ഇതിങ്ങനെ പോകൂ എന്ന് പറയാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ പോലെ ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഇൻ ആൻഡ് ഔട്ട് ഇത് പക്ക ഒരു LJP പടമാണ്. പിന്നെ ഡബിൾ ബാരലൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ കുറേയൊക്കെ ഷോർട്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മറ്റേ ഗൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്, പക്ക സ്ലോ മോഷൻ ഇങ്ങനെ കണ്ണെടുത്ത് വന്നിട്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഇതിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. കുറേ സീൻസ് ഉണ്ട് അങ്ങനെ. പിന്നെ എന്താണ് ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറയും. യൂഷ്വലി ക്ലീഷേ പടങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ സംഭവം ഒരൊറ്റ വെടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ആളെ. ബട്ട് എന്താണ് പറയുക, ആളുടെ ഒരു ഫൈറ്റും ആളുടെ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അവനെ ജീവനോടെ തന്നെ വേണം ഇങ്ങനെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണ് കുറച്ചൊരു ക്ലീഷേ ആയിട്ട് തോന്നി. പിന്നെ ഡയലോഗ്സ്, നാടകത്തിൽ എങ്ങനെയാണോ ഒരു ഡയലോഗ് വരുന്നത് അതേപോലെ തന്നെ. പക്ഷേ അതങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പല ഡയലോഗ്സും, അപ്പം തന്നെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊരു ക്ലീഷേ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഡയലോഗ്സ് ആർട്ടിഫിഷ്യൽ, അതായത് പക്ക ഇപ്പം എന്താ പറയുക, ഒരു ഡയലോഗ് പറയാനാണെങ്കിൽ അധികം ഡയലോഗ് എടുത്ത് പറയേണ്ടതാണ്, അങ്ങനെ കാര്യമായിട്ട് പറയുന്നത്. ബട്ട് അതെന്തായാലും ഒരു എഴുതി വെച്ചത് എങ്ങനെ നോക്കി പറയുന്നു ആ ഒരു ഫീലാണ്. കാരണം പ്രത്യേകിച്ച് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അതിനങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് വലിയ ടൈമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലഘട്ടം ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. സോ അത് ഓക്കെ, അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അത് വേറെ വിഷയമൊന്നുമില്ല. ബട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് ഇതൊരു പക്ക LJP മൂവി, അത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോയാൽ മതി. വലുതായിട്ട് എന്താ പറയുക, ഈ മാസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലാലേട്ടൻ്റെ മൂവിയാണ്, ലാലേട്ടൻ്റെ കുറേ പഞ്ച് ഡയലോഗ് ഫൈറ്റ്, ഇതൊന്നും LJP മൂവിയിൽ പ്രതീക്ഷിക്കാൻ തന്നെ ഇല്ല. അത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോവേണ്ട ഒരാവശ്യമില്ല. ഓക്കെ. പിന്നെ പടം പറഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ തിയേറ്ററിലെ വ്യത്യസ്തമായ അഭിപ്രായം റിവ്യൂസ് അവിടെ നിന്ന് വരുന്നുണ്ട്. റിവ്യൂസ് നമ്മൾ റിവ്യൂ എടുത്തല്ല, ആളുകളുടെ സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് കാണാമല്ലോ. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പടത്തിലൊരു 6 or 7 out of 10 അത്രയൊക്കെ കൊടുക്കാനുണ്ട്. 5 or 6 ആണ് എൻ്റെ ഒരു അഭിപ്രായം. 5 or 6 6 or 7 എന്തായാലും വൺ ടൈം വാച്ചബിൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ പണം കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഫ്രെയിംസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതെ, അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ കേട്ടോ, പക്ക എന്താ പറയുക ഇടി ഡയലോഗ് മാസ് BGM ഇത് പ്രതീക്ഷിച്ച് പോകുന്നവരാണെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് പോകണ്ടെന്ന് ഞാൻ പറയും. അത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പോകണ്ട, പണം കാണാൻ നിങ്ങൾ പോയിക്കോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇതാണ് കുറച്ചൊരു ലാഗ് ഉണ്ട്. പിന്നെന്താണ്, ലാലേണ്ടതായിട്ടുള്ള മാസോ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല ആ ഒരു ഓളത്തിൽ. പിന്നെ ബാക്കി സസ്പെൻസ് നമ്മൾ പറയുന്നില്ല, ഏതായാലും മൂവി വാച്ച് ചെയ്യാൻ പോകുന്നവരാണല്ലോ, അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അത് സസ്പെൻസ് ആക്കി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സസ്പെൻസ് അറിയാമെന്നില്ല. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ട് ഡിസൈഡ് എടുക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പം ഞങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു പോർഷൻ വന്നിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി ഒന്ന് മുന്നോട്ട് പോയാൽ കൊടുക്കുമായിരിക്കും, കൊടുക്കുമായിരുന്നേനെ അല്ലേ. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ. എന്തായാലും പടം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, മോശമല്ല പടം, ഒരിക്കലും ഒരു മോശം. ക്ലൈമാക്സിനെ കുറിച്ച് ഞങ്ങൾ എന്തായാലും ഇവിടെ പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്, പിന്നെ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി കൂടുതലായിട്ട് പറഞ്ഞ ഒരു കാണാൻ പോകുന്നത് ഇത് വെറുതെ ഒരു ലാഗായി പോകും. അതെ, നിങ്ങൾ
പടം കണ്ടോളൂ, പടം നിങ്ങൾ കണ്ടോളൂ. LJP മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 100% നിങ്ങൾ ഈ ഒരു പടത്തിൽ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് 100% എനിക്ക് ഉറപ്പാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, മാസ്, അതേപോലെ തന്നെ ഭയങ്കരമായ ആക്ഷൻസ്, ഡയലോഗ്സ്, നല്ല അടിപൊളി BGMs അടിപൊളിയാണ് കേട്ടോ. ആ ഒരു പടത്തിന് അത് ആവശ്യമുണ്ട്. ഭയങ്കര തട്ടുമുട്ടും പരിപാടിയായിട്ടുള്ള BGMs അതൊന്നും അങ്ങോട്ട് പ്രതീക്ഷിച്ച് പോകണ്ട. നല്ല പക്ക LJP മൂവി, അത് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. എന്താണ് അത് പ്രതീക്ഷിച്ചിട്ട് പോകുന്ന ഒരാൾ, LJP പടം പ്രതീക്ഷിച്ച് പോകുന്ന ഒരാളെ ഒരിക്കലും തന്നെ ആ പടം നിരാശപ്പെടുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുക, പടങ്ങൾ കാണുക. സ്റ്റോറി ഓക്കെയാണ് കേട്ടോ. പലരും പറയുന്ന LJP മൂവീസിന്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതൊക്കെയാണ്. പക്ഷേ സ്റ്റോറി ഒരു മൂവിയിലല്ല, സ്റ്റോറി ലൈൻ ക്ലിയർ ആണ്. കാരണം പലർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ LJPയുടെ പടങ്ങൾ എല്ലാവർക്കും അങ്ങനെ പൊതുവെ ദഹിച്ചോളണമെന്നില്ല, കഥ മനസ്സിലാവുന്നില്ല. ഇപ്പം ചുരുളിയുടെ കേസെടുത്ത് നോക്കുകയാണെങ്കിലും എന്താണ് അവർ അവസാനത്തേക്ക് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ, ക്ലാരിഫിക്കേഷൻ്റെ ഒരു പ്രശ്നവും ഇതിലില്ല. അവസാനം വരെ പോകുന്നുണ്ട്, കഥ ക്ലിയർ ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഫൈനലായിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പോയി കാണട്ടെ, അവർ കാണട്ടെ, കണ്ടോളൂ, പടം കണ്ടോളൂ. പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, LJP പടമാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടമാണ്. അത് പ്രതീക്ഷിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ആ പടത്തിൽ നിരാശനാവില്ല. ഓക്കെ, ഇപ്പോൾ പടം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ, ഈ ഒരു ഇതിൽ തന്നെ ഇതിപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്, ഒപ്പീനിയനാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെയല്ല, അതിങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങളത് നോക്കേണ്ടതുണ്ട്, നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്, അറിയിക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഫൈൻ, എല്ലാവരും പോയിട്ട് പടം കാണുക, എൻജോയ് ചെയ്യുക. ബൈ.